ഹലോ, എല്ലാവർക്കും നമസ്കാരം. ദേവീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ സ്കൂളിലെ മെറിറ്റ് ഡേയുടെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ ഫ്രണ്ട്സാണ്. അവർ ഹലോ ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ഇതാണ് സ്കൂള്. അപ്പോൾ പാരൻസൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതൊന്നും തുടങ്ങിയിട്ടില്ല, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയുക, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ആൾക്കാർ പാരൻസ് വരാനുണ്ട്. പിന്നെ അതെ, കുറേ പേരിങ്ങനെ വെയിറ്റിങ്ങിലാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, PTA മെമ്പേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കളറാണ് യൂണിഫോം. പിന്നെ അച്ഛൻ വന്നു, ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛൻ. അപ്പോൾ അവിടെ പ്രെയർ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും എണീച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളുടെ LKG കുട്ടികളുടെ പ്രോഗ്രാമാണ്. അവർ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ പ്രോഗ്രാംസ്. അങ്ങനെ എന്താ വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, നമുക്ക് അവരെന്ത് കാണിച്ചാലും നമുക്ക് ഇഷ്ടാവുമല്ലോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് വലിയ കുട്ടികളുടെ ഡാൻസാണ്, അതും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എനർജറ്റിക്കായിട്ട് കളിക്കുന്നുണ്ട് അവർ. അപ്പോൾ കുറച്ച് നേരം അതും എടുത്തു. പിന്നെ ഇത് ഞങ്ങളുടെ ഡാൻസാണ് കേട്ടോ. ഞങ്ങൾ കുറേ കാലത്തെ പ്രാക്ടീസിന് ശേഷം ഞങ്ങളുടെ ഡാൻസ് സ്റ്റേജിൽ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്താവോ എന്തോന്ന്. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, വലിയ പ്രശ്നമില്ലാണ്ട് കളിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെന്താ പറയുക, നമ്മൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷമാണല്ലോ എല്ലാവരും സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യണത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരുവിധം എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട്. ഈ ഡാൻസ് ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം മുഴുവൻ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഞങ്ങളുടെ ഡാൻസായ കാരണം ഞാൻ അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇത്രയും ദിവസം ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു, പ്രാക്ടീസും ഇതൊക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പം അത് എന്തായാലും നിങ്ങളും കൂടി കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട്, എനർജറ്റിക് ആയിരുന്നു. വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഡാൻസ് കേട്ടോ. എന്താ പറയുക, നമ്മൾക്ക് കുറേ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റേജ് കയറി കളിച്ചിട്ടുള്ളതല്ലേ. പിന്നെ നമുക്ക് ഇപ്പോഴൊക്കെയല്ലേ ചാൻസ് കിട്ടുന്നത്. നമ്മളുടെ മക്കളുടെ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. എല്ലാവരുടെ മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, എല്ലാവരും ചിലർ നന്നായി ഡാൻസ് അറിയണവരുണ്ട് കേട്ടോ അതിൽ. എനിക്കൊന്നും വലിയ ഡാൻസ് അത്ര പിടുത്തമില്ല. ചിലർ ക്ലാസിക്കലൊക്കെ പഠിക്കണവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞങ്ങളുടെ കളിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റേജിൽ. ഞാനിതിൻ്റെ ഒരു ചെറിയ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിൻ്റെ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വ്യൂസൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്ന ഈ വീഡിയോയും എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിത് സ്റ്റേജിന്മേൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. എന്താ പറയുക, എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ, ഇതുപോലെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെ, നല്ല അധികം വലിയ നല്ല ഇതുള്ള പാട്ടൊന്നുമല്ല, കുറച്ചുള്ളൂ. ഒരു ഫ്യൂഷൻ ഡാൻസ്, അത് മിക്സ് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. പക്ഷെ അത് അത്ര കുറേയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ കുറേയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ അത്ര ഇല്ല. ഞങ്ങൾ അധികം കൂടുതലൊന്നും എടുത്തില്ല. കാരണം ചെറിയൊരു പ്രോഗ്രാമാണിത്. ഇപ്പം അത്ര വലിയ പ്രോഗ്രാമല്ല. ആനുവൽ ഡേക്കൊക്കെ ആവുമ്പോഴാണ് നമ്മൾ നല്ല വലിയൊരു ഡാൻസൊക്കെ നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഇതാവുമ്പോൾ ചെറിയൊരു പ്രോഗ്രാമല്ലേ. അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് സ്റ്റെപ്പുകളും പാട്ടുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള പാട്ടും സിമ്പിളായിട്ടുള്ള ഡാൻസും. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഡാൻസ് വലിയ
കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞങ്ങളത് നല്ല രീതിയിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ നല്ല കയ്യടിയായിരുന്നു കേട്ടോ. നല്ല കയ്യടി ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിന്നും പറഞ്ഞു. ഇത് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഡാൻസാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ ഡാൻസ് മാത്രമേ ഞങ്ങൾ കുറച്ചധികം എടുത്തത്. ടീച്ചേഴ്സിൻ്റെയാണ് കേട്ടോ. അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞു. പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അതൊക്കെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു PTA. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ PTA മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും, ഇനി ഞങ്ങൾക്ക് പ്രാക്ടീസൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ ആ പ്രാക്ടീസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞൂല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് എല്ലാവരും കൂടിയിട്ട് ഒന്നും കൂടി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഞങ്ങളുടെ ആ സ്കൂളിൻ്റെ ഒരു പള്ളിയുണ്ട്, ഗുഷപ്പേട് പള്ളി. അവിടെ പള്ളിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മളിനി അടുത്ത പ്രോഗ്രാമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇനി കാണുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാണൽ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ഞങ്ങൾ പ്രാക്ടീസ് ഇതൊക്കെ ആയിട്ട് ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഇന്നത്തോടെ ഞങ്ങളുടെ പ്രാക്ടീസും കഴിഞ്ഞു, എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം, പിരിഞ്ഞു പോകാനുള്ളൊരു വിഷമം. അതുകൊണ്ട് ഞങ്ങളവിടെ ചുറ്റിത്തിരിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. എല്ലാവരും ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി, നല്ല പള്ളിയാണ് കേട്ടോ. ഇവിടെ പെരുന്നാൾ ആകുമ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളി പെരുന്നാളിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അപ്പോഴേക്കും മഴ വന്നു. കുറേ നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയുടെ അവിടെ ഫ്രണ്ടിൽ അവിടെയൊക്കെ ഇരുന്നു. കാരണം നല്ല മഴയല്ല, എല്ലാവരും വണ്ടിമേലാണ്. അപ്പോൾ ബുദ്ധിമുട്ടല്ലേ വണ്ടി ഓടിക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇതെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളതിന് ശേഷം എന്ത് ചെയ്തു, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇന്നത്തെ ദിവസം ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളത് അവിടെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞങ്ങളുടെ അവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങളിങ്ങനെ ഓർഡർ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഓർഡറൊക്കെയും കൊടുത്തു, ഫുഡൊക്കെയും വന്നു. മന്തിയും ബിരിയാണിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ എല്ലാം വന്ന് ഞങ്ങളിതൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും പരസ്പരം കുറച്ച് നേരം വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഇനി എന്ന് കാണുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. അങ്ങനെ പിരിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ ആ നല്ല ദിവസങ്ങൾ അവസാനിച്ചു. ഇനി പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.